എല്ലാവർക്കും നമസ്കാരം. മീനിങ് മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം പ്രോക്രാസ്റ്റിനേഷൻ. പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിക്കും. പക്ഷെ എപ്പോൾ ചെയ്യണമെന്നോ, എങ്ങനെ ചെയ്യണമെന്നോ, എപ്പോൾ തുടങ്ങണമെന്നോ, എങ്ങനെ സാധിക്കണമെന്നോ ഒന്നും നമ്മൾ ചെയ്യും. അത് ഇന്ന് തുടങ്ങാം, നാളെ തുടങ്ങാം, നാളെ എന്തായാലും തുടങ്ങണം, ഇല്ലെങ്കിൽ അടുത്ത മാസം തുടങ്ങണം, ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു തടസ്സം വരുന്നൊരു സംവിധാനം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വല്ലാതെ അലട്ടുന്ന ഒരു വിഷയമാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്താണെങ്കിൽ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ നാളെ പഠിക്കാൻ തുടങ്ങാം, എല്ലാം നാളെ, ഇല്ലെങ്കിൽ അടുത്ത ആഴ്ച, ഇല്ലെങ്കിൽ അച്ഛൻ്റെ വീട്ടിൽ പോയിട്ട് വന്നിട്ട് പഠിക്കാം, അല്ലെങ്കിൽ അമ്മേൻ്റെ വീട്ടിൽ പോയിട്ട് വന്നിട്ട് പഠിക്കാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തി നമ്മൾ ജീവിതത്തിൽ മാറ്റി വെക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയം. ഈ പറയുന്ന എനിക്കും ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോലും ഞാനൊരു 3 വർഷമായിട്ട് ആഗ്രഹിക്കുന്നു. അത് തുടങ്ങാം, വേണോ വേണ്ടിയോ, പിന്നെ കുറച്ച് കഴിഞ്ഞാവാം, ഇപ്പോഴേ ആയിട്ടില്ല. ഇപ്പം എനിക്ക് തോന്നിയ അത് ഒരു സുപ്രഭാതം ഞാൻ തീരുമാനിച്ചു, ഈ പ്രോക്രാസ്റ്റിനേഷൻ ഇനി ഇക്കാര്യത്തിൽ വേണ്ട, അങ്ങ് ഇന്ന് തന്നെ ചെയ്യാൻ തുടങ്ങാമല്ലേ. ഇതാണ് ഇതിലൊരു പ്രധാനമായിട്ടൊരു കാര്യം. നമ്മൾ ചെയ്യേണ്ട കാര്യം ഇപ്പോൾ ഒരു എക്സസൈസ് ആണെന്ന് വെച്ചാൽ എക്സസൈസ് നാളെ ചെയ്യാം, വേണ്ട, ഇന്നൊരു 5 മിനിറ്റ്സ് റൂൾ, ഒരു 5 മിനിറ്റെങ്കിലും ഇന്ന് ചെയ്യാം, ഇന്ന് തുടങ്ങുക. അത് പതുക്കെ കൂട്ടി കൊണ്ടുവന്നിട്ട് അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറ്റാം. 5 മിനിറ്റ്സ് റൂളാണ് ഇതിന് പ്രധാനം. ഈ 5 മിനിറ്റൊക്കെങ്കിലും ആ കാര്യം ചെയ്യാൻ നോക്കണം. അതുപോലെ പലപ്പോഴും നമുക്ക് വരുന്ന സംഭവമാണ്, നമുക്ക് തുടങ്ങി തടസ്സം വരും, ആരെങ്കിലും തടസ്സം വരും, എന്തെങ്കിലും സംഭവം തടസ്സം വരും, എന്തെങ്കിലും കാര്യം നമുക്കൊരു മടി വരുന്നൊരു അവസ്ഥ വരും. നല്ല മഴ, അല്ലെങ്കിൽ നല്ല വെയിൽ, ഇല്ലെങ്കിൽ ആരെങ്കിലും വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വീട്ടിലേക്ക് വരുന്നു, അവരെ കാത്തിക്കുക, അല്ലെങ്കിൽ വേറെ ഫ്രണ്ട്സിനെ കാത്തിക്കുക, ഇങ്ങനെ പലതുകൊണ്ടും നമ്മൾ ഈ രീതിയിലേക്ക് മാറുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിന് പകരം നമ്മൾ ചെയ്യേണ്ടതെന്നാ റോക്കറ്റ് റൂൾസ് എന്ന് പറഞ്ഞ സംഭവം, റോക്കറ്റ് വിടുന്ന പോലെ. അതായത് കറക്റ്റ് നമ്മൾ 5, 4, 3, 2, 1 സ്റ്റാർട്ട് എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളങ്ങ് തുടങ്ങണം. എന്ത് കാര്യമേലും നമ്മൾ നമ്മുടെ മനസ്സിലൊരു എണ്ണുക, 5, 4, 3, 2, 1 സ്റ്റാർട്ട് എന്ന രീതിയിൽ നമ്മൾ മനസ്സിനെ പാകപ്പെടുത്തിയെടുത്ത് ഉടനെ തുടങ്ങുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറുക. ഈ പ്രോക്രാസ്റ്റിനേഷന് ഒരു 4ഓളം പ്രധാനപ്പെട്ട രീതികളുണ്ട്. അത് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് എന്തായാലും നമുക്ക് പരിചയപ്പെടാം, നമുക്ക് പഠിക്കാം. ഈ കിട്ടുന്ന ഒരു കാര്യം ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്ത് ഈ ചാനൽ കാണുക, പഠിക്കുക. ഇതിനു വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ഒരു ചോദ്യം നേടുന്നത്.